പിണറായി വിജയനോട് തന്നെയാണ്. പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് ഒരു വിമർശനം എനിക്ക് തോന്നുന്നു കുറേ കാലമായി അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ടായില്ലായിരിക്കും. 90 വയസ്സുള്ള MT 90 വയസ്സായെങ്കിലും അദ്ദേഹം ലോക സാഹിത്യം ഏറ്റവും പുതിയ സാഹിത്യ കൃതികൾ പോലും വായിക്കുന്ന ആളാണ്. ഓരോ സമയവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ കേരളത്തിൽ വരുന്ന മാറ്റത്തെയും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മോദിക്കെതിരെയാണ് എന്ന് EP ജയരാജൻ പറയേണ്ടത്. മോദിക്കെതിരെയല്ല, കൃത്യമായിട്ടും പിണറായി വിജയനെതിരെ തന്നെയാണ്. താക്കീത് നൽകുന്ന പ്രതികരണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. MTയുടെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വരികൾ ഇതാണ്: എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, അവരെ സമൂഹമാക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. അത് ആവർത്തിച്ച് വായിക്കേണ്ടതാണ് സർക്കാർ. പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നത് ശിഥിലീകരണ കാരണമാണ്. ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം ഉണ്ടാക്കുന്നതിന് തുടക്കം മാത്രമാണ് അധികാരമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമരാധീനാകുന്നത്, മഹാനായ നേതാവാകുന്നത്. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല എന്ന് ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും EMSനെ കാണാനാകില്ല. EMSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദിയെ തിരുത്തില്ലല്ലോ. EMSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് തിരുത്തുക. ചിലർ നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. അവർ ചിന്തയെ വികസിപ്പിച്ചാൽ മാത്രമേ ചരിത്രപരമായ ഒരാവശ്യകതയായി മാറൂ. അതായിരുന്നു EMS. ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. ഇനി ആരെയാണ് അദ്ദേഹം ഉദാഹരിച്ചതെന്നും പ്രധാനമാണ്. MTയുടെ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറയുന്ന വിൽഹെം റീഹ് എന്ന ചിന്തകനെ കുറിച്ചാണ്. ഓസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനാണ്, സാമൂഹിക ചിന്തകനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം ഫാസിസത്തിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്നുള്ള പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന അദ്ദേഹം 40കളോടെ സോവിയറ്റ് യൂണിയനിലെ അധികാര കേന്ദ്രീകരണത്തെ വിമർശിച്ച് സ്വതന്ത്ര ചിന്തകനായി. അപ്പോൾ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് EMSുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാം ഭാഗത്ത് പറയുന്ന EMSനെ കുറിച്ച് വിശദമായി തന്നെ. EMSനെ എതിർക്കുന്നവർക്ക് പോലും അദ്ദേഹത്തിന്റെ ചില ഗുണങ്ങളെ തമസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രത്തിനായി സ്വയം സമർപ്പിച്ചു, വ്യക്തിപരമായ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. EMSന്റെ ജീവിതം നമുക്കറിയാമല്ലോ. EMSന്റെ വീടും സ്വത്തും ഒക്കെ ദേശാഭിമാനിക്ക് കൊടുത്തിരുന്നതാണ്. അതൊക്കെ നമുക്ക് മുമ്പ് വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും ചിന്തയുടെ മണ്ഡലത്തെ വികസിപ്പിക്കുക, ആത്മനവീകരണം നടത്തുക, ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാഠങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സ്വയം വികസിക്കുക. ഇങ്ങനെ വ്യത്യസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഒരുപക്ഷെ ഈ കാലത്ത് അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് തന്നെ പറയാം. സോവിയറ്റ് യൂണിയന്റെ ചരിത്രവും EMSന്റെ വ്യക്തിവിശേഷവും പറഞ്ഞതിലൂടെ MT ഉന്നമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സമഗ്രാധിപത്യത്തെ തന്നെയാണ് വളരെ വിശദമായി തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ഏത് രൂപത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് വിശദമായി പറയുകയുണ്ടായി. MTയുടെ 5 ഉപദേശങ്ങൾ കൂടി പറയാം. MTയുടെ 5 ഉപദേശങ്ങൾ: അധികാരത്തെ സമഗ്രാധിപത്യമാക്കരുത്, അത് ശിഥിലീകരണത്തിന് കാരണമാകും. ആർപ്പു വിളിക്കുന്ന പുകഴ്ത്തുന്ന ആൾക്കൂട്ടങ്ങളല്ല വേണ്ടത്. ഉത്തരവാദിത്തമുള്ള സമൂഹമാണ്. EMSനെ പോലെ തെറ്റുപറ്റിയാൽ തിരുത്താൻ കഴിയണം, ചിന്തകളെ വികസിപ്പിക്കാൻ കഴിയണം. നയിക്കുന്നവനും നയിക്കപ്പെടുന്നവരും എന്ന പഴയ സങ്കല്പം വെച്ച് ആചാരോപചരമായ നേതൃത്വ പൂജകളിൽ വീഴരുത്. ചരിത്രത്തിന്റെ നിമിത്തം പോലെ അധികാരത്തിൽ വന്നവർ ചരിത്രത്തിന്റെ അനിവാര്യതയായി സ്വയം വികസിക്കാൻ കഴിയണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം MTക്ക് കൈ കൊടുത്തിട്ടൊക്കെയാണ് പിണറായി വിജയൻ പോയി ചിരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതുവരെ വിമർശനങ്ങളോട് അദ്ദേഹം അങ്ങനെ ഒരു മുഖം കാണിക്കുന്ന കണ്ടിട്ടില്ല. ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനുശേഷം വന്നിരിക്കുന്ന EP ജയരാജൻ്റെ പ്രതികരണം, വീരാരാധന അത് പിണറായിയോടാവാം എന്ന് പറഞ്ഞിരിക്കുന്നു. P ജയരാജനുള്ള വീരാരാധന ചെന്താരകം അല്ലേ, ആ പാട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനെതിരെ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിണറായിക്കാവാം. പിണറായി ഈ തരത്തിൽ എല്ലാവരുടെയും ആരാധനാപാത്രമാണ്. അദ്ദേഹം ക്യാപ്റ്റനാണ്, അദ്ദേഹം സൂര്യനാണ്, അദ്ദേഹം കഴുകനാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് പുകഴ്ത്തലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള ഈ വീരാരാധന, സ്തുതിപാഠകരുടെ വർണ്ണനകളിൽ വീഴുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിലവിൽ മാറിയിരിക്കുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കണമെന്നാണ് 90കാരനായ സാഹിത്യ കുലപതി ഉപദേശിച്ചിരിക്കുന്നത്. Meet the editors.